ഗേസ്, ഞങ്ങൾ ഇന്ന് രാവിലെ പേരൂർ വരെ പോവാണേ. എന്താണെന്നറിയോ, ഞങ്ങൾക്കൊരു പൂച്ചക്കുഞ്ഞിനെ കിട്ടുവേ. അതിനെ കൊണ്ടുവരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കുവാണ്. ഞങ്ങൾക്ക് 9:30 ട്രെയിനുണ്ട്. മറ്റേ പേഷ്യൻ ക്യാറ്റല്ലേ, പേഷ്യൻ ക്യാറ്റാ. അപ്പോൾ അതിനെ കൊണ്ടുവരാനുള്ള ഒരു പോക്കാണ്. എന്താ അല്ലേ? അക്ഷര നഗരിയായ കോട്ടയം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയം എന്ന് കേട്ടാൽ തന്നെ ഏറ്റവും അടിപൊളി ഭാഷ ഞങ്ങളുടെയാണ്. ഞങ്ങളുടെ കോട്ടയം എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ാണ് ഞങ്ങൾ പരിപാടി ആരംഭിക്കുകയാണ്. പൊട്ടിച്ചോ? അതെ, രാവിലെ കാപ്പി കുടിച്ചു, ചിപ്സും കഴിക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ പോകാനിരിക്കുന്ന പരശുരാമാണ് ഈ പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോവുകയാണ്. പിന്നെ എറണാകുളം എത്തി. ഞങ്ങൾ ഉമേഷ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ മെട്രോയ്ക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. എറണാകുളം വഴിയോരത്തെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഞങ്ങൾക്കായി പെയ്യുന്നുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു. എന്തേ ചെറിയ മഴയോടെ ഇതോടെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഏതോ വിദേശ രാജ്യത്തെ പാതയോരങ്ങളെ ഓർമ്മിപ്പിക്കും വിധം ഈ മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഫുട്പാത്ത് അവിടെ ഉടനായി കുണ്ടും കുടിയും പിടിച്ച് തൈലിളകി മാറിക്കിടക്കുകയാണ്. കേരളം വികസനത്തിൻ്റെ പാതയിലാണ് കഴിച്ചത്. അങ്ങനെ ഇതാ ഞങ്ങൾ മെട്രോയുടെ പടവുകൾ കയറുകയാണ്. കൊച്ചി മെട്രോ ഇന്നും കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിലകൊള്ളുകയാണ്. ഈ പടവുകൾ കയറുമ്പോൾ ജീവിതത്തിൻ്റെ പടവുകൾ കയറുന്നത് പോലെയാണ്. ഇതിൻ്റെ ഹാൻഡ് റെയിലുകൾ, പെയിൻറ്റുകൾ ഇളകി തുരുമ്പ് പിടിച്ച് വളരെ പരമദാരിദ്ര്യം വിളിച്ചോതുന്ന മട്ടിൽ ഞങ്ങളെ എതിരേൽക്കുകയാണ്. താഴെക്കൂടെ ഇന്ത്യൻ റെയിൽവേയുടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു ഏതോ ട്രെയിൻ പോവുകയാണ്. ആധുനിക രീതിയിലുള്ള സൂട്ട്കേസുമായി ഇതാ ആശ ജോസ്, നമ്മുടെ സ്വന്തം ആശ മോൻ, എസ്കലേറ്റർ വഴി പ്ലാറ്റ്ഫോം നമ്പർ 2 പ്രവേശിക്കുകയാണ്. മെട്രോയിലേക്ക് കയറുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആശാത്തി. ഇവിടെ ലാൻഡ് ചെയ്യുന്നത് ഏതോ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങുന്നത് പോലെ
എന്ന വണ്ണം കടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ മെട്രോയുടെ ഒരു നിർമ്മിതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഏതോ കിൻഡർ ഗാർഡനിൽ അകപ്പെട്ടു പോയതുപോലെ ചിത്രശലഭങ്ങളുടെയും പൂക്കളുടെയും മനോഹരമായ ഒരു ചുവർ ചിത്രം, അതിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഡാവിഞ്ചിയെ ഓർമ്മിപ്പിക്കും വിധം ഏതോ കലാകാരൻ അത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. എറണാകുളം നോർത്ത് ഭാഗത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന മെട്രോ സ്റ്റേഷൻ ലോക നിലവാരമുള്ള ഏതൊരു മെട്രോ സ്റ്റേഷനെയും നിലംപരിചാക്കുന്ന രീതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ആളുകൾ വളരെ കുറവാണ്. കരണ്ട് കമ്പിയിൽ കാക്കകളിരിക്കുന്ന പോലെ അങ്ങിങ്ങായി ഓരോരുത്തർ, ഈ 2 പേർ. അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കും. ഈ നിർമ്മിതിയുടെ വൈദഗ്ധ്യം കണ്ട് മെട്രോമാൻ ശ്രീധരൻ സാറിനെ അനുസാരിച്ചു. ഇനി ഞങ്ങൾ വേട്ട ഭാഗത്തേക്ക് പോകുന്നതിനായിട്ടുള്ള മെട്രോ റെയിൽ കാത്തിരിക്കുകയാണ്. അടുത്ത 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് കയറുവാനുള്ള മെട്രോ എത്തിച്ചേരുന്നതാണെന്ന് ബോർഡിൽ തെളിഞ്ഞു വന്നു. ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയിലേക്ക് പോകാനുള്ള മെട്രോ ഇതാ ട്രാക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ അതിൻ്റെ മുഖചിത്രം ഞങ്ങളുടെ മനസ്സിനെ തരിപ്പിച്ചു. ഞാനും എൻ്റെ പൊന്നുമോനും ഇതാ മെട്രോയിലേക്ക് എടുത്ത് ചാടുകയാണ്. നമ്മുടെ പൂച്ചക്കുഞ്ഞ് കൊണ്ടുപോകാനുള്ള കുഞ്ഞാണ്. കണ്ടോ കണ്ടോ മുത്തിനെ കണ്ടോ കണ്ടോ. നമുക്ക് പോവാം, കോട്ടയം പോവാം, കോട്ടയം പോവാം, കോട്ടയം പോവാം, കോട്ടയം പോവാം. ഞങ്ങൾ പോവാണ് ഗേസ്. ഞങ്ങൾ കോട്ടയത്തിന് പോവാണ് ഗേസ്. ഞങ്ങൾ ബസ്സിനാണ്, ഇങ്ങോട്ട് ട്രെയിനാണ് വന്നത്. ഇനി ഞങ്ങൾ പോവണം. മുഖം കാണിച്ച് കോട്ടയത്തിന് പോവല്ലേ നമ്മൾ. ഗേസ് ഞങ്ങൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് ഗേസ്. തക്കുടു എത്തി ഗേസ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ. ഇനി നമ്മൾ കോട്ടയം നമ്മൾ പോവുകയാണ്.